UDF സർക്കാരിൻ്റെ കാലത്ത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിലെ ക്യാൻസർ രോഗികൾക്കായി, പാവപ്പെട്ട കുടുംബങ്ങളിലെ ക്യാൻസർ രോഗികൾക്കായി ഒരു പുതിയ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ആ പദ്ധതിയുടെ പേരാണ് സുകൃതം എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതിയിലൂടെ കേരളത്തിലെ അന്നത്തെ 35 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക്, BPL-കാരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ക്യാൻസർ രോഗം വന്നാൽ സൗജന്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പരിധിയില്ല. 2 ലക്ഷമോ 3 ലക്ഷമോ 5 ലക്ഷമോ അല്ല, എത്ര ലക്ഷം രൂപയാണെങ്കിലും ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് സുകൃതം എന്നുള്ള പേരിട്ടത് ഞാൻ തന്നെയാണ്. കാരണം അന്ന് മമ്മൂട്ടിയാണ് ആ ചടങ്ങ് ഒന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതി അന്ന് ഉദ്ഘാടനം. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടായിരുന്നു, സുഹൃതം. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ഭേദമാകുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു പേരാണ് ഞങ്ങൾ ഇതിനകത്തിട്ടത്. കേരളത്തിലെ അന്ന് മലബാർ ക്യാൻസർ സെൻ്ററിലും തിരുവനന്തപുരം RCCയിലും 5 മെഡിക്കൽ കോളേജുകളിലും അന്നുണ്ടായിരുന്നു സൗജന്യമായ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്നതായിരുന്നു ഈ പദ്ധതി. കോടിക്കണക്കിന് രൂപയാണ് കൊടുത്തത്. പക്ഷേ ആ പദ്ധതി ഇപ്പോഴില്ല. കാരണം കാശ് കൊടുക്കുന്നില്ല, സാമ്പത്തികം കൊടുക്കുന്നില്ല. നമുക്കറിയാം, ക്യാൻസർ രോഗം വന്നാൽ ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങൾ പോലും ഈ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നീണ്ടു നിൽക്കുന്ന ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ക്യാൻസർ ചികിത്സ സൗജന്യമായി കൊടുക്കണം. അങ്ങനെയാണ് സുകൃതം പദ്ധതി ആരംഭിച്ചത്. ആ പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കാനുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം.